ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് സ്ക്വിഡ് അല്ലെങ്കിൽ കൂന്തൽ അല്ലെങ്കിൽ കണവ കറിയാണ് വയ്ക്കുന്നത്. അതിനുള്ള കൂന്തലാണ് നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. കൂന്തലിലിട്ട് വേവിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വട്ടത്തിലരിഞ്ഞത്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും അതിലിട്ട് വേവിക്കുക. കറിയിൽ വറുത്തരച്ച് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു 1/4 മുറി തേങ്ങ ചുരണ്ടിയത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരല്പം പെരിഞ്ചീരകം, 1 ഏലക്ക. ഇത്രയും സാധനങ്ങൾ വറുത്തരച്ച് ഇതിനകത്ത് ചേർക്കണം. കൂന്തൽ വച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾ ഇത്രയും ഇട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഉപ്പും പാകത്തിന് വെച്ച് നമ്മൾ വേവിക്കുക. ഉപ്പ് പാകത്തിനിട്ട് 1 കപ്പ് വെള്ളവും ഒഴിച്ച് 2 മിനിറ്റ് നേരം വേവിക്കുക. കൂന്തൽ പെട്ടെന്ന് വേകുന്നതാണ്, അതുകൊണ്ട് 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. കൂന്തൽ വെന്ത് കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അതിനുശേഷം ഇതിനകത്ത് അരച്ചു ചേർക്കാനുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം ഇട്ട് അല്പം വറക്കാം. തേങ്ങ പീര ബ്രൗൺ ആയിട്ടുണ്ട്. ബ്രൗൺ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുരുമുളക്, കറുവാപ്പട്ട, പെരിഞ്ചീരകം, ഏലക്ക, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അല്പനേരം ഇളക്കിയാൽ മതി. ഈ കൂട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതെടുത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തതിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. വറുത്തരച്ച് ചേർത്തതിൽ കിടന്ന് ഏതാണ്ട് ഒരു 2 മിനിറ്റ് കറി തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തൊഴിച്ചാൽ കൂടി മതി. പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം കടുകിടുക. അതിനുശേഷം 2 ചുവന്ന മുളക് ഇടുക. കരിയാക്കി ഇടുക. 2 ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചത് അതിടുക. ചെറു ഉള്ളി നന്നായി മൂത്ത് കഴിയുമ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് എടുത്തൊഴിക്കുക. ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.